ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിം കമ്മിറ്റി. അപ്പം ചാനൽ ഇന്ന് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുറേ ഗ്യാപ്പിന് ശേഷം ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ISL ക്രിക്കറ്റ് കരിയർ മോഡ് എപ്പിസോഡാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ ഒഡീഷൻ FCയോടാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുമ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് അടുക്കുമ്പോൾ ചേർന്ന് ഫസ്റ്റ് ചാൻസ് കിട്ടുന്ന ഗൈസ്. 9-ാം മിനിറ്റിൽ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ചാൻസ് കിട്ടും നോക്കാം. 10 മിനിറ്റിൽ നിന്ന് ഒരുപോലെ പിടിച്ചിരിക്കുകയാണ് നോക്കുന്നത്. ചാൻസ് കിട്ടുന്നു. 33 മിനിറ്റ് കളിച്ചു കഴിഞ്ഞു. 45 ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ ഒരു ഗോളിന് പിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആദ്യം 50 മിനിറ്റിന് ചാൻസ് കൂടി കിട്ടിയിരിക്കുകയാണ്. വെച്ചാൽ ക്രോസ് ഇട്ടിരിക്കുകയാണ്. ജോലി ജേസിന് കൂടി ലഭിക്കുമെന്ന് വെച്ചാൽ നമ്മളെ ആത്മണസ്വാദിക് 3 ഡിഫൻഡർമാരുടെ കൂടി പോയിട്ട് പോയെന്ന് സാധിക്കുന്നത്. എന്തായാലും ഇപ്പം 3-1 ആയിട്ടുണ്ട്. വീണ്ടും എഗെയിൻ മകന് ചാൻസ് കിട്ടുകയാണ്. നല്ലൊരു ഓപ്പൺ ചാൻസ് ഡിഫൻഡർമാരെ കൊഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗോൾ. 80 മിനിറ്റ് ആയപ്പോൾ 4-1 3 ഗോൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഷോട്ട് എടുത്ത് ഗോൾ കയറ്റുകയാണ്. നല്ലൊരു ക്രോസ് ആയിരുന്നത്. ലൈക്ക് ചെയ്യുക. അവസാന നിമിഷത്തിൽ അവർക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. വിശ്വസിച്ചിട്ട് നല്ലൊരു ബ്ലോക്കിംഗ് ആണ് അവിടെ. 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5-1 ഏറ്റിങ് മുഹമ്മദ് ഖാൻ ഒഡീഷ FCയെ പരാജയപ്പെടുത്തി. ഫസ്റ്റ് കളിയിൽ നിന്ന് നല്ല വൻ ജയം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ചാൻസ് കിട്ടുമെന്ന്. അടുത്ത FC ഗോപയുമായിട്ടാണ് കളി വെച്ചാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മളെ സെക്കൻഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. FC ഗോപയുമായിട്ട് നമ്മളെ ഹമിദോണിലാണ് കളിക്കുന്നത്. നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. ആഷിഖുലിനെ കുറേ ഫോം ഔട്ട് ആയിട്ട് നമ്മൾ ആഷിഖുലിനെ ഫോം തിരിച്ചറിയണം ഗൈസ്. അപ്പോൾ ഇവിടെ അർമാൻ സാദിഖ് ജേസനാണ് ഫ്രീ ആയിട്ടുണ്ട്. ജേസന് വാസിട്ടിരിക്കുകയാണ്. ജേസന് ഒരു ഡിഫൻഡറുമായി ഒരു ചാൻസും കൊടുക്കാത്തുള്ളൂ. നല്ല ഷോട്ടിങ് ആണ് അവിടെ കണ്ടത്. അപ്പം ഫസ്റ്റ് തന്നെ 10 മിനിറ്റിനുള്ളിൽ 10-ാം മിനിറ്റിൽ നിന്ന് ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഖാൻ. നമുക്ക് ഗൈസ് ഇനിയൊരു ചാൻസ് കൂടി കിട്ടിയാൽ ഈസി ഫിനിഷിങ് തന്നെ നോക്കാം. ഗോപയാണ് എത്ര കേട്ടിരുന്നുണ്ടാവത്. അവനും തിരിച്ചടിക്കാനുള്ള കുഴപ്പത്തിലുണ്ട്. എന്തായാലും 55 മിനിറ്റ് ആയപ്പം 1-0 തന്നെയാണ് നിലനിൽക്കുന്നത്. 64-ാം മിനിറ്റിൽ വീണ്ടും നല്ല ഗോൾ ചെയ്ത പോസിറ്റീവ്. അപ്പോൾ നല്ല ഷോട്ട്സ് ആയിട്ട് സമയത്ത് പോസ്റ്റ് ബാളിനെ വിളിക്കുന്നത് FC ഗോപ ഡിഫൻഡറിലേക്ക് നല്ല ചാൻസ് വന്നിരിക്കുകയാണ്. പക്ഷെ ഉള്ളൂ. ഇവിടെ നല്ല ചാൻസ് ജേസൺ ഹ്യൂമനിക്
Jason Dominic to Dominic, Jason Dominic, still Jason Dominic. Shot. Muhammad Caro shotലൂടെ ഗോൾ നേടിയിരിക്കുകയാണ് ജേസൺ ഡൊമിനിക്. 2-9 മിനിറ്റിനുള്ളിൽ 2 ഗോൾ മടക്കിയെടുക്കാനാവുമോ FC തുറക്കുന്നു നോക്കാം ഗൈസ്. 12-ാം മിനിറ്റിൽ അവർക്ക് ചാൻസ്. യാസറിന് ഏറ്റു സദോയ്ക്ക് നല്ല ചാൻസ് ഗോൾ കണ്ടു. അതോടെ കളി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്താ കളിയും ജയിച്ചിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഗൈസ് അടുത്തത് ഏഷ്യൻ കപ്പാണ്. അൽറഹ്മത്തെതിരെയാണ് കളിക്കുന്നു. അവരെ ജസ്റ്റ് നമ്മൾ 7-0 തോപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ അവർക്ക് ചാൻസാണ്. അവർ സപ്പോർട്ടായി ഗൈസ്. അപ്പം ഇവിടെ 14-ാം മിനിറ്റിൽ വീണ്ടും അവർക്ക് ചാൻസാണ് ഇട്ടിരിക്കുന്നത്. അവർ ഫുൾ അറ്റാക്കിംഗ് എന്നാണ് നല്ല ട്രിബിളിങ്ങാണ്. പക്ഷെ ട്രിബിളിങ് കുറച്ച് കൂടി പോയതുകൊണ്ട് ചാൻസ് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് 26-ാം മിനിറ്റിലുള്ള ഒരു ചാൻസ് കിട്ടി. 29-ാം മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. ഫുൾ അറ്റാക്ക് കളിയുടെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് അഹമ്മദ്. അതിന് തൊട്ട് സമയം നല്ലൊരു ഫേക്ക് അർമാവ് സാധിച്ചു. ജേസൺ ഡൊമിനിക് ഫോർവേഡ് തന്നെ തട്ടിയിടുകയാണ്. 2 ഡിഫൻഡർമാരും ഒരു ഗോളിയും കവലെത്തിച്ചു കൊടുക്കാനുള്ള സ്പേസിലേക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. ആഷിഖിന് ഫ്രീ ആയിട്ടുണ്ട്. നല്ലൊരു അത് ഫുൾ ക്രെഡിറ്റ് ഫോർ ആഷിഖ്. 2 ഡിഫൻഡർമാരെ കവലിപ്പിച്ച് ആൻഡ് ഗോൾ കീപ്പറെ കവലിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സിമ്പിളായ ഒരു ഗോൾ ഇട്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി കാണാം ഗൈസ്. സപ്പൊക്കെ വരുത്തിയതിന് ശേഷം ഗൈസ് ഇവിടെ വീണ്ടും ഒരു ചാൻസ് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. എന്തായാലും ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് 2-2 ഇരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് മിനിറ്റിൽ ഒക്കെ ചാൻസ് മിസ്റ്റേക്ക് കാരണം അൽറഹ്മത്ത് FC ഒരു ഗോൾ നേടിയെടുത്തിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം അതും പട്ടപ്പടായി എന്ന് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മുതലാക്കാൻ പറ്റും അതൊക്കെ മുതലാക്കിക്കൊണ്ട് അഹമ്മദ് FC 3 ഗോൾ നേടിയെടുത്തിരിക്കുകയാണ്. മുഹമ്മദ് നല്ലൊരു ചാൻസ് പെനാൽറ്റിയിലൂടെ എന്തായാലും 2 ഗോൾ ലീഡാക്കിയിട്ടുണ്ട്. 3 ലീഡിൽ നിന്ന് മുഹമ്മദ് 2 ലീഡ് ആക്കിയിട്ടുണ്ട്. ഒരു ലീഡ് കുറച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് 80 മിനിറ്റായപ്പോൾ 5-3 നിൽക്കുന്നത്. മുഹമ്മദൻ ഇല്ല ഗൈസ്. ടൈം കഴിഞ്ഞിരിക്കാൻ 5-3 തോറ്റിട്ടുണ്ട്. മുഹമ്മദൻ ഫസ്റ്റ് 3 കളിയിൽ നിന്ന് 2 ജയമായി. മുഹമ്മദൻ ടേബിൾ ടോപ്പേഴ്സ് തന്നെയാണ്. സി ഗ്രൂപ്പിൽ മുംബൈ സിറ്റി സെക്കൻഡുണ്ട്. തേർഡ് അൽറഹ്മത്ത് FC ഉണ്ട്. ISLക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഹൈദരാബാദിനെതിരെയാണ് ഗൈസ് കളി. അടുത്ത കളി ഇത് 3ാമത്തെ കളിയാമത്തെ ഗൈസ്. അല്ല ഹൈദരാബാദ് എപ്പിസോഡിന് 3ാമത്തെ കളിയാമത്തെ തോന്നുന്നു ഗൈസ്. എന്തായാലും ഗൈസ് എനിക്ക് ചാൻസ് കിട്ടുകയാണ്. എടുത്തിട്ട് പുതിയ പുറത്തേക്ക് വരികയാണ്. 20-ാം മിനിറ്റിലധികം മുഹമ്മദ് ചാൻസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സ്കോർ ആക്കാൻ കഴിയുമോ ഗൈസ് മാക്സിമം. ഗൈസ് നമ്മൾ സാധിക്കുമല്ലോ. ട്രിബിളിംഗ് സ്കില്ലൊക്കെ ഇട്ട് കൊണ്ടുപോയി ജേസൺ ഡൊമിനിക് കിട്ടിയിരിക്കുകയാണ്. ജേസൺ ഡൊമിനിക് ഗോൾ കീപ്പറെ
ചാൻസ് ഒക്കെ തിരിച്ചടിയായി കൊടുത്തിരിക്കുകയാണ് പിന്നെ മുഹമ്മദൻ. ഏഷ്യൻ കപ്പിലുള്ള തോൽവിയുടെ പ്രതിഷേധം ഇവിടെ ISL വന്ന് ചേർക്കുകയാണ് ഗൈസ്. അവയെ ഹൈദരാബാദിൽ നിന്ന് ചാൻസ് ഗുഡ് ഡിഫെൻഡിങ് ഫോർ അൻവർ. വീണ്ടും എത്തിയ മുഹമ്മദ് ക്രോസ് ഡിഫൻഡറുടെ ബ്ലോക്കിൽ പുറത്തേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും ആഷിഖുലിനെ സാധിച്ചോ ജേസനോമിനെ ലോങ് റേഞ്ചിലുള്ള സാധ്യത വേണ്ടോ ഗൈസ്. 2-0 ആയിരിക്കുകയാണ് ഗൈസ്. 2-0. അപ്പോൾ ഗൈസ് 42-ാം മിനിറ്റുള്ള വീണ്ടും ആകമാൻ സാധിക്കുന്ന ചാൻസ് ഗോളിൽ നിന്നുള്ള ശ്രമമായിരുന്നു. അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഹൈലൈറ്റ് മാത്രം വെച്ച് കാണിക്കുക ഗൈസ്. വീഡിയോ ലെങ്തായി തോന്നുന്നു ഗൈസ്. നല്ല ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ചാൻസ് തന്നെ മുഹമ്മദ് കിട്ടിയിരിക്കുകയാണ്. ജേസനോമിനെ കിട്ടിയിരിക്കുകയാണ്. മിത്രപ്പെട്ട ടോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. മിത്രപ്പെട്ട ടോസിന് കിട്ടിയിരിക്കുകയാണ്. പോയിട്ടുള്ളത് 80 മിനിറ്റ് ആയപ്പോഴേക്കും 3-0 ഹൈദരാബാദ് എത്തിക്കും. വീണ്ടും ഒരു ചാൻസ്. പെഡ്രോ ഇവിടെ നിന്ന് സിമ്പിളായി ഗോളടിച്ചിരിക്കുകയാണ്. ഏജഡാണ്, പക്ഷെ അതൊന്നും ISL ഒരു കാര്യമില്ലാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പെഡ്രോ. ഹൈദരാബാദിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ടുണ്ട്. 4-0 ജയിച്ചിട്ടുണ്ട്. അപ്പം ISL ടീം ടേബിൾ പോയിന്റ് ഇതാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.